റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. ശബരിമലയിലെ ദ്വാരപാലക ശില്പം അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയത് നിയമവിരുദ്ധം. ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നിയമം. 1934 തിരുവിതാംകൂർ സർക്കാരിന്റെ ദേവസ്വം നിയമത്തിൽ അക്കാര്യം കൃത്യമായി പറയുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്തെ അറ്റകുറ്റപ്പണികൾ നടത്താവൂ എന്നും ചട്ടമുണ്ട്. നിയമത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. നിയമം മറികടന്ന 2 തവണയാണ് ദ്വാരപാലക ശില്പം ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതിയില്ല അല്ലെങ്കിൽ ചട്ടമില്ല എന്നത് വ്യക്തമായിരിക്കെ ആരാണ് അനുമതി കൊടുത്തത്, പുറത്തേക്ക് കൊടുത്തുവിട്ടത്? ഗുഡ് മോർണിംഗ് സുജയ. ഇതിനകത്തെ ഏറ്റവും വലിയ പ്രശ്നം 2 തവണ ശബരിമലയിലെ അയ്യപ്പന്റെ തിരുവാഭരണങ്ങളും ദ്വാരപാലക ശില്പങ്ങളും പുറത്തേക്ക് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊണ്ടുപോയി. 2019 എ പത്മകുമാർ ഇതിന്റെ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ആദ്യം കൊണ്ടുപോയത്. ഇപ്പോൾ 2025 സെപ്റ്റംബർ 8 PS പ്രശാന്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് രണ്ടാമത് കൊണ്ടുപോയി. അത് തിരിച്ച് വെച്ചിട്ടുമില്ല. ഒക്ടോബർ 17 തിരിച്ചു വെക്കുന്നത്. ഇതിൽ ദ്വാരപാലക ശില്പം അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചത്. 1934 തിരുവിതാംകൂർ സർക്കാരിന്റെ ദേവസ്വം നിയമത്തിൽ എങ്ങനെയാണ് അറ്റകുറ്റപ്പണി അവിടെ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ പറയുന്നുണ്ട്. 1954 തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ റെഗുലേഷനിലും കൃത്യമായി പറയുന്നു. അതിൽ പറയുന്ന കാര്യം അറ്റകുറ്റപ്പണികളോ മറ്റോ ചെയ്യണമെങ്കിൽ ആ അമ്പലത്തിന്റെ ചുറ്റുപാടിൽ, ഇത് ശബരിമലയിലെ കാര്യം മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലുള്ള മുഴുവൻ അമ്പലങ്ങളുടെയും കാര്യങ്ങളാണ്. അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തണമെങ്കിൽ അമ്പലത്തിന്റെ ചുറ്റുവട്ടത്ത് തന്നെ അതിനുള്ള ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തി അവിടെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത്. അത് ഡേ ലൈറ്റിൽ മാത്രമേ നടത്താവുള്ളൂ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമാണ് നടത്തുന്നത്. ആ സമയത്ത് പണി തീർന്നില്ലെങ്കിൽ മഹസറിൽ രജിസ്റ്റർ എഴുതി സ്ട്രോങ് റൂമിലേക്ക് കയറ്റി പിറ്റേ ദിവസം ഡേ ലൈറ്റിൽ മാത്രമേ പുറത്തിറക്കാവൂ എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയാം. ഇതനുസരിച്ചായിരുന്നു ശബരിമലയിൽ ഇതുവരെ അറ്റകുറ്റപ്പണി നടന്നിരുന്നത്. ഈ മേഖലയിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ മുമ്പൊരിക്കലും പുറത്തേക്ക് ഇത് കൊണ്ടുപോയതായി ആർക്കും അറിയില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഈ നിയമം ഉദ്യോഗസ്ഥർക്കും അറിയാം, ഒപ്പം അവിടുത്തെ രാഷ്ട്രീയക്കാരായ പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾക്കും അറിയാം. അത് പൂർണ്ണമായും കാറ്റിൽ പറത്തി അശാസ്ത്രീയമായി ചട്ടം ലംഘിച്ചാണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന് മാത്രമല്ല, ഇത് പുറത്തേക്ക് കൊടുത്തുവിട്ടു എന്ന് മാത്രമല്ല, തേർഡ് പാർട്ടിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാളുടെ കയ്യിലേക്ക് ഇത് കൊടുത്തുവിടുകയാണ് ഉണ്ടായത്. അത് കൊടുത്തുവിട്ട് സന്നിധാനത്ത് നിന്ന് കൊടുത്തുവിട്ട് 40 ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിൽ ഇതിൽ സ്വർണം പൂശുന്ന സ്ഥലത്ത് എത്തിച്ചതെന്ന വിവരവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതായത് ഒരിക്കലും സന്നിധാനത്തിന് പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്ത ദ്വാരപാലക ശില്പം പുറത്തേക്ക് കൊടുത്തുവിട്ടത് ഗുരുതരമായ നിയമലംഘനമാണ് എന്ന് ഈ നിയമം വെച്ച് നോക്കുമ്പോൾ ഉറപ്പായും പറയാൻ കഴിയും. സുജ. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ 1934 ദേവസ്വം നിയമം ലംഘിച്ചു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഇനി എന്താണ് പറയാൻ പോകുന്ന ന്യായം? കോടതി ആ ന്യായം കേൾക്കുമോ? നമുക്ക് നോക്കാം.